അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് റാഹത്ത് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങൾ വീടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്നവരുണ്ട്. അവിടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് റാഹത്ത് നൽകുമാറാവട്ടെ. രോഗങ്ങളൊക്കെ ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അനുയോജ്യമായ ഇണകൾ അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കൾ അള്ളാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ആവശ്യ നിർവഹണത്തിന് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, ആവശ്യം നിറവേറാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. വാട്സപ്പിലൂടെ ചോദിക്കും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ, മുറാദുകൾ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ എന്താണ്? ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിത് ജീവിതത്തിലൊക്കെ പകർത്തുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിതത്തിലിത് കൊണ്ട് നടക്കുക. എപ്പോഴും ചൊല്ലുക. നിസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ നമ്മൾ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ, ഈ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്താൽ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ സ്വന്തം വകയായിട്ട് ഞാൻ ഒന്നും പറയുക, കിതാബുകളിൽ നോക്കി, കിതാബിൽ കണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. ആവശ്യ നിർവഹണത്തിന് സുബഹി നിസ്കാര ശേഷം 3 തവണ ഈ ദുആ ചൊല്ലുക. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാൻ യാ ബദീഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ മുഹമ്മദി വഅലാ ആലി അഫ്ളലിൽ കദാ വകദാ. ഇത് 3 പ്രാവശ്യം നമ്മൾ സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുക. അതുപോലെ ആവശ്യങ്ങൾ നിറവേറാൻ അമാനുൽ അമാൻ എന്ന ദുആ ഉണ്ട്. ആ ദുആ ഞാൻ വീഡിയോസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ ചൊല്ലുക. വെള്ളിയാഴ്ച രാവിൽ ഓതിയാൽ ഒരു ബലാവും മുസീബത്തും പിടികൂടുകയില്ല. അസൂയ, സിഹിർ ഒന്നും ഫലിക്കില്ല. ഒന്നും മൃഗങ്ങളെ ഉപദ്രവം മേൽക്കില്ല. മറ്റ് ദിവസങ്ങളിലും പതിവാക്കൽ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശനം സാധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ് അമാനുൽ അമാൻ എന്നുള്ള ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ സുബ്ഹാനല്ലാഹിൽ അമാനുൽ അമാൻ. ഈ ദുആയാണ് നമ്മൾ ഓതാണ്ടത്. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച രാവിൽ ആണ് ഉത്തമം. ഓതിയാൽ ഒരു ഇതെപ്പോഴും നമുക്ക് ഓതാം. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഈ പ്രാർത്ഥന നമുക്ക് രാത്രിയോ മഗ്‌രിബിന് ശേഷമോ സുബഹിക്ക് ശേഷമൊക്കെ ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ അതിൽ പറഞ്ഞ വെള്ളിയാഴ്ച രാവിൽ ഓതിയാൽ ഒരു ബലാവും മുസീബത്തും അവനെ പിടികൂടുകയില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അസൂയ, സിഹിർ ഒന്നും ഫലിക്കില്ല. മൃഗങ്ങളുടെ ഉപദ്രവമേൽക്കില്ല. മറ്റ് ദിവസങ്ങളിലും പതിവാക്കിയാൽ വിചാരണ കൂടാതെ സ്വർഗപ്രവേശനം സാധിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. നുസ്ഹത്തുൽ മജാലിസ് അതുപോലെ
അത്രക്കും പവറുള്ള ഒരു ദിക്റാണ്, ഒരു ദുആയാണ് അമാനുൽ അമാൻ എന്നുള്ള ദുആ. ഇൻഷാ അല്ലാഹ് ഈ ദുആയൊക്കെ ഞാൻ വീഡിയോസിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ വീഡിയോസ് കാണുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. ഇരു ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരുമാറാവട്ടെ. അല്ലാഹു നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവായിരിക്കാം ഇത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന ഷാബാൻ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.